ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി ടോപ്പ് ക്ലാസ് അല്ലേ, ടോപ്പ് ക്ലാസ് ആകാശം. കൊല്ലത്തിന്റെയും തൃശ്ശൂരിന്റെയും മാച്ച് കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെ അക്ഷയ്, ജോബിൻ, പിന്നെ റിൻസൻ, ആഷിഖ്, ഞങ്ങൾ പിന്നെ മനോജ് കുമാർ. നമ്മളെല്ലാവരും ഇന്ന് ഇതിന്റെ നമ്മുടെ KCLന്റെ ഫസ്റ്റ് എഡിഷൻ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും നേരിട്ട് ഇന്നേവരെ ലൈവായിട്ട് ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടോ? ആഷിഖ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആഷിഖ് നിന്റെ ഇതിനു മുമ്പ് ഇതേ സ്റ്റേഡിയത്തിലല്ലേ വന്ന് കണ്ടത്? ഇതേ സ്റ്റേഡിയത്തിലാണ്. അപ്പൊ ഇത് നേരത്തെ പക്ഷേ ഈ KCLന്റെ കളിയല്ല, നമ്മളെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക കളി കണ്ടായി ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക കളി കാണാൻ പറ്റില്ല, ഇന്റർനാഷണൽ മാച്ച് കാണാൻ പറ്റുന്ന വ്യക്തിയാണ്. അപ്പം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ കൂട്ടത്തില് ക്രിക്കറ്റ് നേരിട്ടായിട്ടുള്ളത് ഇവനായതുകൊണ്ട് ഇവൻ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആക്ച്വലി. അപ്പൊ അവന്റെ അടുത്ത് ചോദിക്കാം, ആഷിക്ക് പൊതുവെ എല്ലാവരും പറയുന്നത് ഫുട്ബോൾ കാണുന്നത്ര ഇൻട്രസ്റ്റിംഗ് അല്ല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കാണുന്നത്. അപ്പൊ നിനക്ക് എങ്ങനെയാ തോന്നിയിട്ടുള്ളത്? നീ T20 മാച്ചിലേ കാണാൻ പറ്റുള്ളത്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതും കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഒക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഓളമാണ്. ഞാൻ ആക്ച്വലി ISL കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ വെച്ചിട്ട്. എനിക്ക് പേഴ്സണലി ഞാൻ ഇതിനായിട്ട് ക്രിക്കറ്റ് കണ്ടിട്ടില്ല. പേഴ്സണലി ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള ഗെയിം ഫുട്ബോൾ തന്നെയാണ് സ്റ്റേഡിയത്തിൽ കാണാൻ. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പം മൊത്തത്തിൽ 6 ടീംസേ ഉള്ളൂ KCLൽ മത്സരിക്കുക. അപ്പൊ ഇത് കൂടാതെ ചിലപ്പോൾ 14 ജില്ലയിൽ നിന്നും ആൾക്കാർ ഇത് കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ ജില്ല ഇതിനകത്ത് കളിക്കുന്നില്ലെങ്കിൽ ഏത് ജില്ലയാണ് അടുത്ത സീസണിൽ വരാൻ താല്പര്യമുള്ളത് അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന്, അതെന്റെ ഫസ്റ്റ് വീഡിയോ. അതുകൊണ്ട് ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഇതിനകത്ത്. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നൊരു വീഡിയോ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി ഇത്. അപ്പം നമ്മൾ ഇതിന്റെ ഇപ്പം ആഷിക്ക് ഇവന്റെ അത് പറയാൻ വന്നപ്പോഴാണ് നമ്മുടെ കൊല്ലം സെയിലേഴ്സിന്റെ ടീം ഓണർ ഏരിസ് ഗ്രൂപ്പാണ്. അപ്പൊ ഏരിസ് ഗ്രൂപ്പിലാണ് ആഷിക്കിന്റെ ഇക്ക വർക്ക് ചെയ്യുന്നത്. അപ്പം ആഷിക്കിന്റെ ഇക്ക വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപ്പം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഫുള്ളും ഇവനാണ് സെറ്റ് ചെയ്തത്. അത് പറഞ്ഞേക്കണം, നമുക്ക് അറിയത്തില്ല. അങ്ങനെ കാണാം. ടീഷർട്ട്, സ്നാക്സ്, ഫുഡ്, അഡിഡാസിന്റെ ടീഷർട്ട്, ഇതെല്ലാം അവൻ റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. ജേഴ്സി ആണെങ്കിലും എന്തോ ആണെങ്കിലും നമുക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ ഉള്ള എന്തോ ആണോ അത് നമ്മൾ പോയി കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കളക്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അത് പോയി കളക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് കൊല്ലത്ത് നിന്ന് ഇവിടം വരെ എത്തിയത് പോയി കണ്ടിട്ട് വാ. അപ്പം അതല്ലേ? വെൽക്കം ബാക്ക്. റിൻസ, നമ്മള് KCLന്റെ ഫസ്റ്റ് സീസണിൽ പോകുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നത്. ആക്ച്വലി എന്റെയും ക്രിക്കറ്റ് ഒരു സ്റ്റേഡിയത്തിൽ ലൈവായിട്ട് പോയി കാണുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആഷിക്ക് മാത്രമേ പോയിട്ടുള്ളൂ ലൈവായിട്ട് കാണാൻ വേണ്ടി. അപ്പം ബാക്കി എല്ലാവരും ഒരു പുതിയ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു പിക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവൻ എന്നെ വന്ന് പിക്ക് ചെയ്തു എന്റെ വീട്ടിൽ നിന്ന്. ഇനി നമുക്ക് അടുത്ത് പിക്ക് ചെയ്യാൻ പോകേണ്ടത് മനോജിനെയാണ്. അപ്പൊ മനോജിന്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം മനോജിന്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ഒരുപാട് നേരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ മനോജിനെ കാത്തു നിൽക്കുക. മനോജിനെ വിളിച്ചാ റിൻസാ? നമ്മള് ഒരു 3:30, 4 o'clock അല്ലെങ്കിൽ ഒരു 4:30 അങ്ങ് എത്തണം വിചാരിച്ചിരുന്നു. വിളിക്കുന്നുണ്ട്, നോക്കട്ടെ. അരമണിക്കൂറോട് വെയിറ്റ് ചെയ്യാൻ വെച്ചാ വരുന്നില്ല പെട്ടെന്ന്. മനോജ് കുമാർ വാടാ. എടാ നിന്നെ ഫസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ? പെട്ടെന്ന് ഞങ്ങളെ വഴി നിൽപ്പുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം മനോജ് വന്നിരിക്കുന്നു. അങ്ങനെ ഒരു 1 eternity later മനോജ് കുമാർ എത്തിയിരിക്കുകയാണ്. മനോജേ, ഇത്ര നേരം കാത്തിരിക്കണോടാ നിന്നെ? കേറ് വാ. അപ്പൊ ഇനി ഇതേപോലെ ആയിരിക്കും ബാക്കി എല്ലാരും അല്ലേ? ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ആഷിക്കിനെ പോയി പിക്ക് ചെയ്യാം. മനോജ് കുമാർ, എന്റെ ബ്ലോഗിനോട് ഒരു ഹായ് പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആഷിക്കിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതാണ്ട് ആഷിഖ് അബ്ദുള്ളയുടെ വീട്ടിലെത്തി. ഇതുവരെ ആയിട്ടും അവൻ ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല. നമ്മള് വണ്ടി വിളക്കാൻ പോണേ. കോടതിയൊക്കെ തൊട്ടടുത്തുള്ള വീടാ കേട്ടോ ആഷിഖിന്റെ.
അതുകൊണ്ട് പിന്നെ ക്രിമിനൽ കേസ് ഒന്നും ആണ്ടെ കുടുംബ കോടതി. എന്റെ വ്ലോഗിന് ഹായ് കൊടുത്തു. അപ്പം അങ്ങനെ ആഷിക്കിനെ എടുത്തു കഴിഞ്ഞ് നമ്മളിനി സ്ട്രെയിറ്റ് എടുക്കാൻ പോകുന്നത് അക്ഷയനെ. അപ്പം റൂട്ട്സിന് ഫ്രണ്ടിൽ പോയാൽ മതി. അപ്പം അക്ഷയനെ നമ്മൾ എടുക്കാൻ റൂട്ട്സിൽ പോകണം. പക്ഷെ റൂട്ട്സിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോകണം, പെട്രോൾ പമ്പിൽ പോകണം. കണ്ണാടി തരത്തില്ലല്ലോ. ഇല്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നടക്കുന്ന കോൺവെർസേഷൻ. അവരവര് കണ്ണാടി കൊണ്ടുവരണം, അല്ല നമ്മളെ കണ്ണാടി മറ്റുള്ളവർ കൊടുക്കത്തില്ല. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഡ്രൈവർ. ഞങ്ങൾ അങ്ങനെ പെട്രോൾ പമ്പിലെത്തി. നമ്മള് അതെ ഗൈസ്, അത്ര നല്ലൊരു വാക്കല്ലേ സുഹൃത്തുക്കളെ, അങ്ങനെ വേണേ പറയാം. മോനെ വേണ്ടേ, പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പെട്രോൾ അടിച്ചിട്ട് തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാ? നീ സത്യം പറഞ്ഞ എവിടെ പോകാനായിട്ടാ ഇറങ്ങിയത്? ക്രിക്കറ്റ് കളിയാണ്. അതെ, ഇന്ന് ആരൊക്കെ തമ്മിലുള്ള കളിയാക്കി? കൊച്ചിയും കൊല്ലവും. കൊച്ചിയും കൊല്ലം അല്ലടാ, അത് തൃശ്ശൂരും കൊല്ലവോ. ആശിക്കേ, ഇവന്മാർക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ ഇന്ന് ആരുടെ കളിയാണ്. റിൻസ, നമ്മുടെ കൊല്ലം ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയറിന്റെ പേര് പറയടാ. വേറെ ഒരാളുടെ ഇവിടെ ക്യാപ്റ്റനെ മാത്രം നമ്മൾ അറിഞ്ഞാൽ അതെ. അപ്പം അടുത്ത ഇനി സ്ട്രെയിറ്റ് നമ്മള് ജോബിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ഓക്കെ ഗൈസ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ ഇതാണ്ട് ജോബിനെ എടുക്കാൻ പോവാ. ജോബിനെ എന്നെ വിളിക്കടാ, ഫോൺ വിളിച്ചേ. നീ ആരെയാ വിളിക്കുന്നത്? അവൻ വേറെ ആരെയാ വിളിക്കുന്നത്? നിക്കി. നമ്പർ കിട്ടിയടാ നീ. അത് നമുക്ക് ബ്ലർ ചെയ്യാം. ജോബിൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് ജോബിൻ പറഞ്ഞിരുന്നത്. കോഴിക്കോടിന്റെ ഇടയിൽ നിന്ന് ജോബിന് ഇപ്പൊ വരും. മറ്റേ സാധനം വേണ്ടേ? അല്ല മറ്റേ എവിടെ 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 മിസ്റ്റർ ജോബിൻ ജോന മേർസി. ആണ്ടെ ഗൈസ്, ജോബിൻ എത്തിക്കഴിഞ്ഞു. ജോബിനെ വെൽക്കം. ജോബിൻ എന്റെ ജോബിൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. പറഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ലോറിക്കാരൻ ലോറി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു പോലീസുകാർ പിടിച്ചു. ഓക്കെ, പോലീസുകാർ പിടിച്ചിട്ട് ഡ്രൈവറിനോട് ചോദിച്ചു, കണ്ടെയ്നറിനകത്ത് എന്തുവാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടിനും കൂടെ ഒരു ആൻസറേ ഉള്ളൂ. ഓക്കെ, ഒരു ആൻസറേ ഉള്ളൂ. ആശിക്ക് നിനക്കറിയാവോ ആൻസർ? അറിയാം. എന്നാ പറയണ്ട. അറിയാമെങ്കിൽ റിൻസ എനക്കറിയാവോ? റിൻസൻ അറിയത്തില്ല. മനോജ് എനക്കറിയാവോ? അക്ഷയ് എന്ത് ഉണ്ടോ? ഓക്കെ, സിമ്പിൾ ആണ്. ആൻസർ അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും. ഓക്കെ, കമന്റ് ബിലോ ഗൈസ്. ഇല്ല ജോബിനെ, ജോബിൻ കമന്റ് ചെയ്ത് കറക്റ്റ് ആൻസർ കിട്ടുന്നവർക്ക് എന്താ? ഇല്ല, അങ്ങനെ കിട്ടുന്നവർക്ക് ഒന്നും കൊടുക്കത്തുള്ളൂ. കിട്ടുന്നവർ മാക്സിമം ഇവരെ കമന്റ് ഇടുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടകടൊക്കെ അടിക്കുക. മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരത്തോളൂ. ഓക്കെ ഓക്കെ ബൈ. ഗൈസ്, നമ്മളപ്പം ജേഴ്സി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ പവിലിയൻ ജയിലോട്ട് വരാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ ജയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മാച്ച് 6:45 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേ. ജോബിനെ എക്സൈറ്റഡ് ആണോ? നമ്മൾ അതെ, കൊല്ലം ജയിക്കുമോ? ആക്ച്വലി കൊല്ലം കഴിഞ്ഞാൽ ജയിച്ചു. ഡിപ്പെൻസ് ആണ്, കാരണം എനിക്കറിയാം തൃശ്ശൂരിന്റെ കളിയും കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാനും ആഷിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും ക്രിക്കറ്റ് ഫസ്റ്റ് ടൈമാണ് എല്ലാവരും കാണുന്നത്. പിന്നെ ഇത് KCL നമ്മൾ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. മലയാളി എന്ന നിലയിൽ നമ്മൾ കൊല്ലത്തിനെ സപ്പോർട്ട് ചെയ്യണം, ലീഗിനെ സപ്പോർട്ട് ചെയ്യണം, കേരള ഒരു മലയാളി എന്ന നിലയിൽ അല്ലേ. അപ്പോൾ നമ്മൾ പവിലിയൻ ജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോബിന് ഇപ്പോഴത്തെ ഫോട്ടോ.
ഈ സ്റ്റേഡിയത്തിൽ വന്നിട്ടുണ്ടോ ജോബിനെ നേരത്തെ? ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട് സ്റ്റേഡിയത്തിൽ, പക്ഷെ കളി കാണാനല്ല, അല്ല സ്റ്റേഡിയം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്താടാ എനിക്ക് ഇവിടുന്ന് ഒരു ബോൾ കിട്ടിയായിരുന്നു ഗൈസ്. അന്ന് ഞാൻ സ്റ്റേഡിയം കാണാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ഒരു മാച്ച് ബോൾ കിട്ടിയായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടേ. അപ്പം ഇനി ഞങ്ങൾ ജേഴ്സിയായി കളക്ട് ചെയ്തിട്ട് അകത്ത് നിന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോവാണേ. ഓക്കെ ഗൈസ്, ഓക്കെ എൻട്രൻസ് കഴിഞ്ഞ് ഞങ്ങൾ പെവിലിയൻ ജയിലോട്ട് പോകുന്നു. യെസ്, നമ്മൾ ജേഴ്സി കളക്ട് ചെയ്യാൻ പോകാം. ഗൈസ്, നമ്മളങ്ങനെ സ്റ്റേഡിയത്തിനകത്ത് എൻട്രി ചെയ്തേക്കാണ്. സുഹൃത്തുക്കളെ, അപ്പം എന്താ മാച്ച് സ്റ്റാർട്ടായി. ഇത് അമ്പയർ ഫീൽഡിലോട്ട് പോകുന്നു. ഏരിയസ് കൊല്ലം സെയിലേഴ്സിനാണ് ടോസ് കിട്ടിയത്. അപ്പോൾ അവർ ബോളിംഗ് ചൂസ് ചെയ്തു. അപ്പോൾ തൃശ്ശൂരിനാണ് ഫസ്റ്റ് ബാറ്റിങ്. അപ്പം വിഷ്ണു വിനോദൊക്കെ ഉള്ള ടീമാണ് തൃശ്ശൂർ. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഇത് കൊല്ലം വേഴ്സസ് തൃശ്ശൂർ. ഇതേതാ മാച്ച്? ഇത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ സീസൺ 1 കൊല്ലം വേഴ്സസ് തൃശ്ശൂർ. ഇതേതാ മാച്ച്? അതന്നെ ഇവിടെ ക്രിക്കറ്റ് മാച്ച്. ഇതേതാ മാച്ച്? ക്രിക്കറ്റ് മാച്ച്. ഇതേതാ മാച്ച് എന്നറിയാലോ നമ്മള് കാണിക്കേണ്ടത്? പറി മാച്ച്. Normal score 92 for 8. ആഫ്റ്റർ മാച്ച് എക്സ്പീരിയൻസ്. ഡാൻസ് കാണുന്നത് മാത്രം 25,000 റുപ്പീസ് 25,000K ഒപ്പിച്ചിട്ടുണ്ടോ? ജോബിന്റെ ഇൻസ്റ്റാഗ്രാമില് ജോബിൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. ഒരു അപ്കമിങ് ഇൻഫ്ലുവൻസർ ആണ് ജോബിൻ ഇൻസ്റ്റാഗ്രാമില്. എന്റെ റോൾ മോഡൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ നമ്മുടെ ഷേക്കിങ്സിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയടാ. ഷേക്കിങ്സ് കൊല്ലം കേട്ടോ. കൊല്ലത്തില് ഷേക്കിങ്സ് ഷോപ്പിന്റെ ഗിവ് അവേസും കാര്യങ്ങളും എല്ലാം ഇൻസ്റ്റഗ്രാം മാക്സിമം ഞാൻ ഇനി യൂട്ടിലൈസ് ചെയ്യാൻ പോകും. ഇനി വരുന്ന ഫ്യൂച്ചർ വിത്തിൻ 3 years or 5 years. അപ്പൊ ഗൈസ്, നമ്മൾ കൊല്ലം റീച്ച് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? പൊളിച്ചടിക്കി ടോപ്പ് ക്ലാസ്. എങ്ങനെ ഉണ്ടായിരുന്നടാ മനോജ്? അക്ഷയ് എങ്ങനെ ഉണ്ടായിരുന്നടാ? ഗുഡ് എക്സ്പീരിയൻസ്. നമ്മള് എല്ലാരും എന്നോട് താങ്ക്സ് പറയടാ. താങ്ക് യു അക്ഷയ്. അപ്പം നമ്മൾ ഈ വ്ലോഗ് കൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആഷിക്കിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത് പിന്നെ നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് നിങ്ങൾ അതിന്റെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഇതിനെക്കാട്ടിലും പവർ ആയിട്ടുള്ള സാധനം ഇട്ടില്ലേ അക്ഷയ്? അതെ, അക്ഷയ് എന്നെങ്കിൽ ഒരു ബുഫ് അടിച്ചേടാ. നമസ്കാരം. എന്തിനാണ് സോറി മനോജ്? ആവശ്യമില്ലാത്ത ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു.